ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ വണ്ടി കഴുകിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് വണ്ടി ഒന്ന് കഴുകി വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെയായിട്ട് 2 പൂട്ടിക്കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായി ഞാനവിടെ പോയി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നാണ് അതിന് സമയം കിട്ടുന്നത്. അപ്പോൾ ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴയുണ്ട് രാവിലെ തന്നെ. പക്ഷേ എന്തായാലും പോകണമെന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അടുത്താണുള്ളതെങ്കിലും നമ്മൾ ഇതുവരെ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ട് പോലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മളത് കാണാൻ പോകാറില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് അവിടെ പോകണം. ആദ്യം നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തോപ്പുംപടി വില്ലിംഗ്ടൺ ഐലൻഡാണ്. വില്ലിംഗ്ടൺ ഐലൻഡിലാണ് 2 സ്റ്റേഷൻസും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചി ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനാണ്. വില്ലിംഗ്ടൺ ഐലൻഡിൽ ബ്രിസ്റ്റോ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 1943 ഈ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 2013 കൂടി ഇതിൻ്റെ സകല സർവീസുകളും സദേൺ റെയിൽവേ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്. പുല്ല് കയറി ചവറൊക്കെ ആയിട്ട് കിടക്കുവാണ്. പട്ടികളൊക്കെ കയറി ഇവിടെ കിടന്നുറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ വരുമ്പോൾ മൊത്തം വേസ്റ്റാണ്. നമ്മുടെ ഗവൺമെൻറ് ഒട്ടും ഇത് സൂക്ഷിക്കാത്ത റെയിൽവേ സ്റ്റേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറുന്നതിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ യാതൊരുവിധ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നോർമലി നമുക്ക് ഓപ്പണാണ് എല്ലാവർക്കും വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുന്നതിന് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം, ഈ ട്രാക്കൊക്കെ ആകെ പുല്ല് കയറി കിടക്കുവാണ്. ട്രാക്ക് മാത്രമല്ല പ്ലാറ്റ്ഫോമും ആകെ മൊത്തം നശിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ വേണ്ടി ബെഞ്ചുകൾ ഇതേപോലെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ പേര് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം കേട്ടോ. കൂടുതലും വേറെ സ്ഥലത്തു നിന്ന് തന്നെ ആൾക്കാരാണ്. കാരണം ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് റിഫൈനറിയും പിന്നെ കുറേ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ലോഡ് ഇറക്കാൻ വരുന്ന ലോറിക്കാരും പിന്നെ അത് ഇറക്കാൻ വരുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ കെട്ടിടങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ. ഈ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ശരിക്കും 17 സർവീസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവിടെ സർവീസുകൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്ന സദേൺ റെയിൽവേയുടെ അണ്ടറിലാണ്. ശരിക്കും ഇവിടെ കേടാവാതെ നിൽക്കുന്നത് ഈ ഷെൽട്ടർ മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ പൂട്ടിക്കിടക്കുന്ന ഗോഡൗണൊക്കെ കാണാൻ പറ്റും. ഇത് നേരത്തെ ഇവിടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നിലവിൽ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങൾക്ക് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ റെയിൽവേ സ്റ്റേഷൻ ഒട്ടും പ്രവർത്തിക്കാത്തൊരവസ്ഥയിലാണ്. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒത്തിരി കാട് പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ കാലക്രമേണ ഈ റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കാത്തൊരവസ്ഥയിലായ പിന്നെ കാടുകളൊക്കെ ഇങ്ങോട്ട് കയറി ആകെ മൊത്തം നശിച്ചൊരവസ്ഥയിലാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ കൂടുതലായിട്ട് തെരുവ് നായ്ക്കളുടെ ശല്യവും സൂക്ഷിക്കണം. കാരണം ഇവിടെ വരുമ്പോൾ ഒത്തിരി പട്ടികളൊക്കെ ഇവിടെ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാമ്പും കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതേപോലത്തെ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയയിൽ. അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും സൂക്ഷിച്ചിറങ്ങണം. പിന്നെ ഇതുപോലെ ട്രാക്കിൽ ഇറങ്ങി കിടക്കുന്നതൊക്കെ റെയിൽവേനെ സംബന്ധിച്ച് കുറ്റകരമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെ ആൾ താമസം ഇല്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഇതുപോലെ നിലവിൽ പ്രവർത്തനമൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. പിന്നെ ഇതുപോലെ കുറേ ഉപേക്ഷിക്കപ്പെട്ട പൈപ്പുകളും ടാപ്പ് കണക്ഷനും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അതിൽ കോലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ആൾക്കാർ. ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഒത്തിരി ഇനീഷ്യേറ്റീവ് ചെയ്ത് ഇതൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒരു സ്റ്റേഷനാണ്. കാരണം ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്റ്റേഷനായതുകൊണ്ട് തന്നെ ഒത്തിരി സന്ദർശകർക്ക് സ്കോപ്പുള്ളൊരു സ്റ്റേഷനാണ്. കാരണം കൊച്ചി കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇതുപോലെ നല്ല രീതിക്ക് പരിപാലിച്ച് പോവുകയാണെങ്കിൽ ഇവിടെയും സന്ദർശകർ അധികം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇതിപ്പോൾ നിലവിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പണ്ടത്തെ ടിക്കറ്റ് ചാർജുകളും വണ്ടി സമയങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഷൊർണൂർ വരെ ട്രെയിൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഇപ്പോൾ കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ സത്യമാണ് കേട്ടോ. കണ്ടില്ലേ, കൊച്ചി ടു ഷൊർണൂർ എന്നൊക്കെ ട്രെയിനിൻ്റെ സമയങ്ങളും സ്ഥലങ്ങളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വല്ലാർപാടം ടെർമിനസ് ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് ഈ ടെർമിനസ് നിർത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ചെറുതായിട്ട് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ബിൽഡിങ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജീർണാവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അധികം ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാലക്രമേണ ഈ ബിൽഡിങ് നശിച്ചു പോകാനേ ചാൻസ് ഉള്ളൂ. ഈ റെയിൽവേയുടെ കെട്ടിടത്തിൽ തന്നെയായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ഓഫീസോ മറ്റോ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഈ പുറത്ത് ഇരിക്കുന്നത് കേട്ടോ. ഈ ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല കേട്ടോ, പണ്ട് കാലത്ത് നിർമ്മിച്ച പല കാര്യങ്ങളും ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. പിന്നെ പോണ വഴിക്ക് തന്നെയായിട്ട് ഇതുപോലെ വണ്ടി വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ലൊക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതും
ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തൊരു ഏരിയയാണ്. നേരത്തെ ഇവിടെ ബൈക്കുകളൊക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാർ അഭ്യാസമൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബൈക്ക് കയറ്റാറില്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ അറിയാൻ കഴിഞ്ഞത്. ബൈക്ക് മാത്രമല്ല, യാതൊരു വാഹനങ്ങളും ഇങ്ങോട്ട് ഇപ്പോൾ കയറ്റാറില്ല. ആൾക്കാർക്ക് നടന്ന് കയറുന്നതുകൊണ്ടോ കാണുന്നതുകൊണ്ടോ കുഴപ്പമില്ല, വണ്ടി കയറ്റാറില്ല. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ 2 ട്രെയിൻ ഇതുപോലെ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാം. അവിടെ ചെളിയായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാഞ്ഞത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ ട്രെയിനൊക്കെ അടുത്ത് കാണണമെന്നാണെങ്കിൽ അങ്ങനെ കയറി കാണാം കേട്ടോ. കാരണം ഇതൊക്കെ മൊത്തം കാട് കയറിയൊരു നിലയിലാണ്. അവിടെ നേരെ നമ്മൾ പോകുന്നത് ആ റോഡിന് തന്നെ ഓപ്പോസിറ്റുള്ള മട്ടാഞ്ചേരി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ മുമ്പ് കണ്ട ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് കേട്ടോ. ഈ സ്റ്റേഷൻ നമ്മൾ നേരത്തെ കണ്ട സ്റ്റേഷനെ അപേക്ഷിച്ച് തീർത്തും ജീർണാവസ്ഥയിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. നമ്മൾ ട്രെയിൻ വരുമ്പോൾ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഹൗസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതും ശരിക്കും ലോക്ക് ചെയ്തൊരവസ്ഥയിലാണ്, അതും പൊട്ടിപ്പൊളിയാറായ ഒരവസ്ഥയിലാണ് കേട്ടോ. ഇതാണ് ഈ പറഞ്ഞ മട്ടാഞ്ചേരി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഈ അടുത്ത് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷേ നിലവിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല. ആളൊഴിഞ്ഞൊരു ബെഞ്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. തടി കൊണ്ടുള്ള ബെഞ്ചുകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡോറുകളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിർമ്മിച്ച ഡോറുകൾ പോലെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പരിപാലിച്ചു പോകേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രം. വല്ലപ്പോഴും ഇങ്ങോട്ടൊരു ഗുഡ്സ് ട്രെയിൻ വരുന്നത് കാണാൻ പറ്റും. പക്ഷേ പാസഞ്ചർ ട്രെയിനൊന്നും ഇങ്ങോട്ടില്ല കേട്ടോ ഇപ്പോൾ. മറ്റേ സ്റ്റേഷൻ പോലെയല്ല, ഇവിടെ നമ്മൾ കയറുമ്പോൾ ശരിക്കും നോക്കിയും കണ്ടും കയറണം. കാരണം ഈ ബിൽഡിംഗ് ഇപ്പോൾ തീർത്തും ജീർണാവസ്ഥയിലാണ്. അപ്പോൾ കയറുമ്പോൾ വല്ലതൊക്കെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പർ ക്ലാസ് ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് കാണാം. ഇതുപോലെ തടി കൊണ്ടുള്ള ഒരു വാതിലാണ് അകത്തേക്ക് കയറാൻ വേണ്ടി വെച്ചേക്കുന്നത്. പൂട്ടിയിട്ടൊന്നുമില്ല, തുറന്ന് തന്നെ കിടക്കുവാണ്. പക്ഷേ ഇവിടെ ആളൊഴിഞ്ഞൊരു സ്ഥലമാണ്. പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല. പുറത്തു നിന്ന് മാത്രമാണ് വീഡിയോ എടുത്തത് കേട്ടോ. ശരിക്കും ഇതൊക്കെ പരിപാലിച്ച് പോയി കഴിഞ്ഞാൽ ടൂറിസത്തിലൊരു മുതൽക്കൂട്ടാവേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒരു മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കും ഇതൊക്കെ. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ ഇത് ജീർണാവസ്ഥയിലേക്ക് കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിലവിൽ റെയിൽവേയുടെ ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊന്നും അകത്തേക്ക് കയറ്റി വിടത്തില്ല. പക്ഷേ നമുക്കിതുപോലെ പുറത്തു നിന്നൊക്കെ കാണാം കേട്ടോ. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ കണ്ട ബിൽഡിങ്ങിൻ്റെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. പക്ഷേ ഇതുവഴി നമുക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ. ഇത് റോഡ് സൈഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിനി കൊച്ചിയിലൊക്കെ വരുമ്പോൾ നെക്സ്റ്റ് ടൈം ഈ 2 റെയിൽവേ സ്റ്റേഷനും ഒന്ന് കണ്ടിട്ട് പോവുക. കാരണം ഇത് എത്ര ആളിനും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. തിരിച്ചു വന്നപ്പോൾ കഴുകി വെച്ച വണ്ടിയുടെ കോലാണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം ചെളിയായി, കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ലൊക്കേഷനൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.